വിസ്മയ മോഹൻലാലിന്റെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റ ചിത്രമായ തുടക്കം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2018 എന്ന വൻ വിജയം നേടിയ ചിത്രത്തിന് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. US 16+ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിലെ വിസ്മയുടെ പ്രകടനത്തിനും കയ്യടികൾ ലഭിക്കുന്നുണ്ട്. 2 മണിക്കൂറും 19 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ആകെ ദൈർഘ്യം. ഓഗസ്റ്റ് 7-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കിയതിന് പിന്നാലെ തരക്കേടില്ലാത്ത കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടുന്നത്. കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം 21.55 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. 25 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ. വിദേശ മാർക്കറ്റുകളിൽ നിന്ന് 16 കോടിയും ചിത്രം നേടി. ഇതോടെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 41 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ സക്സസ് ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വിസ്മയുടെ അരങ്ങേറ്റ ചിത്രമെന്ന ഹൈപ്പിലെത്തിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ അതിഥിവേഷവും പ്രേക്ഷകരിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. ആശിഷിന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിച്ചത്. അതേസമയം ആദ്യ ദിനം മികച്ച പ്രതികരണം ലഭിച്ച ചിത്രത്തിന് തുടർ ദിനങ്ങളിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടാനായത്. തുടക്കം എന്ന ചിത്രത്തിനൊപ്പമാണ് മമിത ബൈജുവും സൂര്യയും പ്രധാന വേഷത്തിലെത്തിയ വിശ്വനാഥൻ ആൻഡ് സൺസും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ ചിത്രത്തിന് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. അതിനിടെ ഈ 2 ചിത്രങ്ങളെയും സൈഡാക്കിക്കൊണ്ട് ഓണം റിലീസായി എത്തിയ പൃഥ്വിരാജ് ചിത്രം ഖലീഫയും നിവിൻ പോളി ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റും തിയേറ്ററുകളിൽ മുന്നേറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ഖലീഫയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ബത്ലഹേം കുടുംബ യൂണിറ്റിന് വൻ പ്രതികരണങ്ങളാണ് നേടാനാകുന്നത്. ഇതോടെ തുടക്കമെന്ന ചിത്രത്തിന് ലഭിക്കുന്ന കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. റിലീസ് ചെയ്ത 14-ാം ദിവസം 26 ലക്ഷം രൂപയാണ് തുടക്കത്തിന് കേരളത്തിൽ നിന്ന് ലഭിച്ച കളക്ഷൻ. ഇതോടെ 50 കോടി എന്ന നേട്ടത്തിലേക്ക് ചിത്രത്തിന് എത്തുക എന്നത് അസാധ്യമാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. എന്നിരുന്നാലും ഈ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8ാമത്തെ ചിത്രമായി തുടക്കം മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.